നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷകരമായിട്ടുള്ള ദിനങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ വിവാദങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്, വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത് എന്ന് അവരങ്ങനെ കള്ളപ്രചരണം നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ അയോധ്യയിൽ നടക്കുന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ ഇന്നെത്തിയിട്ട് രാജ്യത്തെ ഏറ്റവും മികച്ച റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായിട്ടുള്ള അയോധ്യ റെയിൽവേ സ്റ്റേഷന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വിമാനത്താവളങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള വളരെ വലിയ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് ആദ്യമായിട്ട് അമൃത് ഭാരത് ട്രെയിന്, അതേപോലെ തന്നെ വന്ദേ ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെ സകല സൗകര്യങ്ങളുമാണ് ഈ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഒരുങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ അന്താരാഷ്ട്ര വിമാനത്താവളം മഹർഷി വാൽമീകിയുടെ പേരിലുള്ള ആ വിമാനത്താവളവും ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ആ വിമാനത്താവളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കും എല്ലാ നഗരങ്ങളിൽ നിന്നും ഡയറക്റ്റ് അയോധ്യയിലേക്ക് സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ നഗരങ്ങൾ, അതായത് അയോധ്യ നഗരത്തിൽ 1000-ലധികം ഷോപ്പുകളാണ് നവീകരിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ നിറത്തിൽ ഒരേ രൂപത്തിൽ ടൗണ് വളരെ ഭംഗിയായിട്ടാണ് അലങ്കരിച്ചുകൊണ്ട് വികസനങ്ങൾ സകലതും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു അയോധ്യ ഒരുങ്ങുന്നത് രാജ്യത്തിൻ്റെ തന്നെ വളരെ വലിയൊരു അസറ്റാണ് എന്ന് പറയുന്നത് വെറുതെയല്ല. നമുക്കൊക്കെ തന്നെ അറിയാം, സൗദി അറേബ്യയിലെ മക്ക എന്ന പുണ്യഭൂമിയിലേക്ക് ലോകത്ത് നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണം സൗദി അറേബ്യ എന്ന രാജ്യത്തിന് കിട്ടുന്നുമുണ്ട്. നമ്മുടെ രാജ്യം 15,000-ലധികം കോടി രൂപയാണ് ഈ അയോധ്യയ്ക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത്. ഈ ചിലവഴിച്ചത് കൊണ്ടൊക്കെ തന്നെ വലിയ പ്രശ്നമാണ് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ യാതൊരു വിവരവുമില്ലാതെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 15,000-ലധികം കോടി ചിലവഴിച്ച് അത് രാജ്യത്തിന് തന്നെ ഏറ്റവും വലിയ ഗുണമാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. നമുക്കറിയാം, നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമക്ക് 3000 കോടി രൂപ മുടക്കിയതിന് വലിയ പ്രശ്നങ്ങളായിരുന്നു. കാക്കക്ക് അതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ രീതിയിൽ തോന്നിയതുപോലെ പറഞ്ഞവർ ആ പ്രതിമ യാഥാർത്ഥ്യമായിട്ട് അവിടേക്ക് വരുന്ന പ്രവേശന ഫീസും അവിടേക്ക് ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്നതും കണ്ട സമയത്ത് ആ മുടക്കിയ 3000 കോടിയിലും ഒരുപാട് അധികം ഈ സമയത്ത് തന്നെ കിട്ടിയതും നമ്മൾ അറിഞ്ഞതിന് ശേഷം ആ പ്രതിമയ്ക്ക് വേണ്ടി ചിലവഴിച്ചതിനെക്കുറിച്ച് ആളുകൾ മിണ്ടിയിട്ടില്ല. ഇന്ന് അയോധ്യ പുണ്യഭൂമിയിൽ ചിലവഴിച്ച നികുതി പണം എന്നൊക്കെ പറയുന്നവരോട് പറയാനുള്ളത്, ഞാനോ നിങ്ങളോ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലത്തോ അവസാനിക്കുന്നതല്ല. ഈ പണമൊക്കെ അയോധ്യയ്ക്ക് വേണ്ടി ചിലവഴിച്ചത് നമ്മുടെ രാജ്യം എത്ര വർഷം മുന്നോട്ട് പോകുന്നു, അത് 1000-കണക്കിന് വർഷങ്ങൾ മുന്നോട്ട് പോയാലും ആ പുണ്യഭൂമിയിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴുകിയെത്തുക തന്നെ ചെയ്യും. അതുവഴി നമ്മുടെ രാജ്യത്തിന് വലിയ നേട്ടമുണ്ടാവുമെന്നുള്ളതും വളരെ വലിയ യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ ലോകത്ത് നിന്ന് എല്ലാ ഭാഗങ്ങളിൽ നിന്നും വലിയൊരു പുണ്യഭൂമിയിലേക്ക് എത്തുന്നൊരു പ്രതീതിയോടുകൂടിയിട്ട് നമ്മുടെ രാജ്യത്തിന് അയോധ്യ ഒരു വലിയ അസറ്റായി മാറുന്നുണ്ട് എന്നുള്ളതും വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. ഈ അയോധ്യ വിഷയത്തിൽ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള പല പാർട്ടികളും അവിടേക്ക് പോകുന്നില്ല. CPIM, മുസ്ലിം ലീഗ്, സകല പാർട്ടികളും പോകുന്നില്ല എന്ന് നിലപാടെടുക്കുന്നെങ്കിൽ അവരോടൊക്കെ തന്നെ ചോദിക്കേണ്ടത് ഒരൊറ്റ ചോദ്യമാണ്: രാജ്യത്തിൻ്റെ ഭരണഘടന അംഗീകരിക്കുന്നില്ലേ? രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയെ അംഗീകരിക്കുന്നില്ലേ? രാജ്യത്ത് സുപ്രീം കോടതി സകല വിധിയും പറഞ്ഞ് സെറ്റിൽ ചെയ്ത ആ വിഷയത്തിലേക്ക് സകല ആളുകളും സന്തോഷത്തോടുകൂടി ആശംസകൾ അറിയിക്കുന്നതിന് പകരം അവിടെ പോവരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്ത് കോപ്പിലെ മതേതരത്വമാണ് ഉയർത്തിപ്പിടിക്കുന്നത്? ഇത് രാജ്യത്തിൻ്റെ അസറ്റാണ്, ഇത് രാജ്യത്തിൻ്റെ പുണ്യഭൂമിയാണ് എന്നുള്ള തിരിച്ചറിവ് സുബോധമുള്ള സകല ആളുകൾക്കും വളരെ കൃത്യമായിട്ട് തന്നെ അറിയാം.